സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനം. കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേർ അനുഭവിക്കുന്ന എന്നാൽ പുറത്തു പറയാത്തൊരു വിഷയമാണ്. അതെ, ഈ നിശബ്ദ വിവാഹമോചനം. എന്താണത്? നിയമപരമായി വിവാഹിതരായിരിക്കും, പക്ഷേ മനസ്സുകൊണ്ട് ഒരുപാട് അകലെയായിരിക്കും. സിബിൾ ഷിഡൽ ഗ്ലീഡൻ പോലുള്ളവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അതായത് ഒരേ വീട്ടിൽ താമസിക്കും, പക്ഷെ സംസാരം വളരെ കുറവായിരിക്കും. അത്യാവശ്യ കാര്യങ്ങൾ മാത്രം. വൈകാരികമായൊരു പങ്കുവെക്കലും ഉണ്ടാവില്ല. ഒരുതരം എന്താ പറയുക, റൂംമേറ്റ്സിനെ പോലെ. അതെ, സമാന്തര ജീവിതം എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇത് ഇത്രയധികം കാണുന്നത്? ജോലിത്തിരക്കൊരു കാരണമാണോ? തീർച്ചയായും. ജോലിത്തിരക്ക്, പിന്നെ ഈ ഡിജിറ്റൽ ലോകം, സോഷ്യൽ മീഡിയ, ഇതൊക്കെ ഒരുപാട് സമയമെടുക്കുന്നുണ്ട്. അപ്പോ ബന്ധത്തിനു വേണ്ടി സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. സ്നേഹമെന്ന് പറയുന്നത് അത് പരിപാലിക്കേണ്ട ഒന്നാണ്. വെള്ളമൊഴിച്ചു വളർത്തുന്ന ചെടി പോലെ. ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അത് വാടിപ്പോകും. അതെ, ആ വൈകാരിക ബന്ധം മുറിഞ്ഞു പോകുമ്പോഴാണ് പ്രശ്നം തുടങ്ങുന്നത്. നീരസം, ഏകാന്തത, അതൊക്കെ വരും. ഗ്ലീഡന്റെ ഒരു കണക്ക് നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. അവരുടെ 35% ഉപയോക്താക്കൾ അതെ, സ്വയം വേർപിരിഞ്ഞവരല്ലെങ്കിൽ സെപ്പറേറ്റഡ് എന്ന് പറയുന്നു. ഇത് പലപ്പോഴും നിയമപരമായി പിരിയുന്നതിന് തൊട്ടുമുമ്പുള്ള ഒരവസ്ഥയാണ്. മാനസികവും ശാരീരികവുമായ അകൽച്ച. അതാണ് നിശബ്ദ വിവാഹമോചനം. അപ്പോ ഇതിനൊരു പരിഹാരമില്ലേ? സിബിൾ ഷിഡൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഏറ്റവും പ്രധാനം തുറന്ന സംസാരം തന്നെ. വെറും ദൈനംദിന കാര്യങ്ങൾ മാത്രമല്ല അല്ലേ? അല്ല, വികാരങ്ങൾ, സ്വപ്നങ്ങൾ, ഭയങ്ങൾ, ഇതൊക്കെ പങ്കുവെക്കണം. മനസ്സ് തുറന്ന് സംസാരിക്കണം. പിന്നെ ഒരുമിച്ച് സമയം കണ്ടെത്തുക. അതൊരു ഡേറ്റ് നൈറ്റ് ആകാം, അല്ലെങ്കിൽ ഒരുമിച്ചൊരു സിനിമ കാണുന്നത്. ചെറിയ കാര്യങ്ങളാവാം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, ഒരു നടത്തം, എന്തെങ്കിലും. ആ ഒരുമിച്ചുള്ള സമയം പ്രധാനമാണ്. ആവശ്യമെങ്കിൽ ഒരു പ്രൊഫഷണൽ സഹായം തേടുന്നതും നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഒരു കൗൺസിലിംഗ് പോലെ. അതും നല്ലതാണ്. പക്ഷേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാരമാർഗം കൂടിയുണ്ട്. നമ്മുടെ കർത്താവായ യേശുവിലൂടെയുള്ള സൗഖ്യം. അതെ, എത്ര തകർന്ന ബന്ധങ്ങളെയും യേശുവിന് സൗഖ്യമാക്കാൻ കഴിയുമെന്നാണല്ലോ നമ്മുടെ വിശ്വാസം. തീർച്ചയായും. മത്തായി 18:20 ഓർക്കുക. 2-3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ അവിടെ ഞാനുണ്ടായിരിക്കും. അപ്പോ ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യമുണ്ടാകും. ആ പ്രാർത്ഥനയ്ക്ക് ഹൃദയങ്ങളെ മൃദുവാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ് നമ്മൾ. തെറ്റിദ്ധാരണകൾ മാറും. സത്യസന്ധമായി സംസാരിക്കാനൊരു ധൈര്യം കിട്ടും. അതെ. പിന്നെ ബൈബിൾ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ നോക്കൂ. എഫെസ്യർ 5:35. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അത് വലിയൊരു കടമയാണ്. അതുപോലെ സുഭാഷിതങ്ങൾ 31 ഉത്തമയായ ഭാര്യയെക്കുറിച്ച് പറയുന്നു. ത്യാഗം, ക്ഷമ, സ്നേഹം, ഈ തത്വങ്ങൾ പാലിക്കുമ്പോൾ വിവാഹം വെറുമൊരു കരാറല്ല, അതൊരു ആത്മീയ ഉടമ്പടിയായി മാറുകയാണ്. ക്ഷമയുടെ കാര്യം അതും വളരെ പ്രധാനമാണല്ലോ. പലപ്പോഴും ഈ നിശബ്ദതയ്ക്ക് കാരണം ക്ഷമിക്കാൻ പറ്റാത്ത പഴയ മുറിവുകളാണ്. ശരിയാണ്. മത്തായി 18:22 യേശു പറയുന്നത് 70 പ്രാവശ്യം 7 വട്ടം ക്ഷമിക്കാനാണ്. അതായത് പരിധിയില്ലാതെ ക്ഷമിക്കാൻ. നീരസം മനസ്സിൽ വെച്ചുകൊണ്ട് ബന്ധം മുന്നോട്ടു പോവില്ല. യേശുവിലൂടെയേ ആ ക്ഷമിക്കാൻ കഴിയൂ. അതെ. പിന്നെ സഭാകൂട്ടായ്മ, അതും പ്രധാനമാണ്. ഹെബ്രായർ 10:24-25. സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കുമായി അന്യോന്യം പ്രോത്സാഹിപ്പിക്കാം. സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. സഭ ഒരു കുടുംബം പോലെയാണ്. അവിടെ നമുക്ക് പിന്തുണ കിട്ടും. മുറിവേറ്റവർക്ക് അതൊരു അഭയകേന്ദ്രമാണ്. ഒരുമിച്ച് ആരാധിക്കുമ്പോൾ നമ്മുടെ ബന്ധത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം നമ്മൾ ഓർക്കും. അപ്പോ സന്തോഷം വീണ്ടെടുക്കാൻ വഴിയുണ്ട്. നെഹമ്യാവ് 8:10 ഓർമ്മ വരുന്നു. കർത്താവിലുള്ള സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. അതെ, ആ സന്തോഷം കണ്ടെത്തണം. ദൈനംദിന പ്രാർത്ഥനയിലൂടെ, പരസ്പരം നന്ദി പറയുന്നതിലൂടെ, ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്നതിലൂടെ. അനുഗ്രഹത്തിന്റെ വാക്കുകൾ അതും പ്രധാനമാണ്. അതെ. അപ്പോ ഒരു കാര്യം വ്യക്തമാണ്. നിങ്ങളുടെ വിവാഹബന്ധം ഒരു റൂംമേറ്റ് ബന്ധം പോലെ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അറിയുക, ദൈവം നിങ്ങളുടെ കഥ പൂർത്തിയാക്കിയിട്ടില്ല. സങ്കീർത്തനം 147:3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. വെളിപാട് 21:5. ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു. എന്ത് മനോഹരമായ വാഗ്ദാനമാണ്. അതുകൊണ്ട് ആ നിശബ്ദമായ സഹനം അത് അവസാനിപ്പിക്കാൻ സമയമായി. യേശുവിനെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ക്ഷണിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഒരുമിച്ച് ബൈബിൾ വായിക്കുക.
ഒരു നല്ല സഭാ കൂട്ടായ്മ കണ്ടെത്തുക. യേശു തീർച്ചയായും നിങ്ങളെ സ്നേഹത്തിലേക്കും സന്തോഷത്തിലേക്കും തിരികെ നയിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസ സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എഴുതുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം soulfulscriptureseveryday@gmail.com. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.